ഹായ്, നമ്മളിന്നൊരു പഴയൊരു ടോപ്പ് വെച്ചിട്ട് ഒരു പെപ്ലം ടോപ്പ് തയ്ച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ വാങ്ങിയതാണ്, പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് വെട്ടി മുറിച്ച് നമുക്കൊരു ചെറിയൊരു പെപ്ലം ടോപ്പാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് അടിച്ചു കഴിഞ്ഞതിന് പറയാം കേട്ടോ. അപ്പോൾ ഞാനത് മുറിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ കൈയൊക്കെ ആദ്യം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈ നമുക്ക് അതേ കൈ തന്നെ വെച്ചിട്ട് സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ട് കൈയും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്, സ്ലീവ് മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മുന്നിലത്തെ പോർഷൻ നമ്മളെ ഇത് പ്ലീറ്റ് ഇട്ട് കൊടുക്കില്ല, അതിനാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. ബാക്കിലത്തെ പോർഷൻ കൊണ്ടാണ് നമ്മൾ മുന്നിലടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അളവിൽ ഞാനിതാ കഴുത്തും സ്ലീവിൻ്റെ അളവും ഒക്കെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്കിതൊന്ന് വെട്ടിയെടുക്കാം. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊരു ടോപ്പ് തയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പൊക്കെ ഇടാൻ. അപ്പോൾ നമ്മളിതാ മുന്നിലത്തെ ഭാഗവും ബാക്ക് ഇതും വേറെ തന്നെ കഴുത്ത് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. സ്ലീവ് ഞാനൊരു ചെറിയൊരു പഫ് വെച്ചിട്ടാണ് സ്ലീവ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുത്തടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പീസൊക്കെ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. പിന്നെ മുൻവശത്ത് നമ്മളൊരു ലേസ് വെച്ചിട്ട് രണ്ട് ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്കൊരു ഫോട്ടോഷൂട്ട് ആയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ബായ്.